കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്വകാര്യ ബസ് ഉടമകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്ന് പരാതിപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് ശേഷം യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും വലിയ കുറവുണ്ടായി എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി CP ജോൺ സ്വകാര്യ ബസ് ഉടമകൾക്കായി നേരിട്ട് ചർച്ച നടത്തിയത്. തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലായിരുന്നു ഈ നിർണായക യോഗം. യോഗത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ നിരവധി ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യ യാത്ര സ്വകാര്യ ബസ്സിലും നടപ്പാക്കണമെന്നാണ്. എന്നാൽ അതിന്റെ ടിക്കറ്റിന്റെ പണം സർക്കാർ തന്നെ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. സർക്കാർ പദ്ധതി കാരണം സ്വകാര്യ ബസ്സുകൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകരുതെന്നാണ് ഉടമകളുടെ നിലപാട്. ഇതിനു പുറമെ ഡീസൽ സബ്സിഡി അനുവദിക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. ഇന്ധനവില ഉയരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണെന്നാണ് അവരുടെ വാദം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കും വർഷങ്ങളായി വർദ്ധിച്ചിട്ടില്ല എന്നും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിന് അനുസരിച്ച് പുതുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങളും മന്ത്രിയുമായുള്ള ചർച്ചയിൽ വിശദമായി അവതരിപ്പിച്ചു. എന്നാൽ ഈ യോഗത്തിൽ എല്ലാ വിഷയങ്ങളിലും അന്തിമ തീരുമാനം ഉണ്ടായില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും മുന്നറിയിപ്പ് പണിമുടക്കിലേക്ക് പോകേണ്ടി വരുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കി. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് മുൻഗണന നൽകുന്നതെന്നും അവർ അറിയിച്ചു. അതേസമയം സ്വകാര്യ ബസ് മേഖലയ്ക്ക് പുതിയൊരു വരുമാന മാർഗം തുറന്നു നൽകുന്ന സുപ്രധാന പ്രഖ്യാപനവും ഗതാഗത മന്ത്രി നടത്തി. ഇനി മുതൽ സ്വകാര്യ ബസ്സുകളുടെ അകത്തും പുറത്തും പരസ്യങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ അനുമതി നൽകുന്നു. ഇതിലൂടെ ബസ് ഉടമകൾക്ക് ടിക്കറ്റിൽ നിന്ന് മാത്രമല്ല പരസ്യങ്ങളിൽ നിന്നുമുള്ള അധിക വരുമാനവും ലഭിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ തീരുമാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സ്വാഗതം ചെയ്തു. ടിക്കറ്റ് വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ പരസ്യ വരുമാനം വലിയ സഹായമാകുമെന്ന് അവർ പറയുന്നു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ദിവസേന ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന വാഹനങ്ങളാണ് സ്വകാര്യ ബസ്സുകൾ. അതുകൊണ്ട് തന്നെ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഇവയിൽ പരസ്യം നൽകാൻ താല്പര്യമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മന്ത്രി CP ജോൺ പറഞ്ഞത് സർക്കാർ സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങളെ ഗൗരവമായി കാണുന്നു എന്നാണ്. സ്വകാര്യ ബസ്സുകൾ പൊതുഗതാഗത സംവിധാനത്തിന്റെ പ്രധാന ഭാഗമാണെന്നും അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ടാണ് പുതിയ ഗതാഗത നയത്തിന്റെ ഭാഗമായി വിവിധ പരിഹാര മാർഗങ്ങൾ സർക്കാർ പരിശോധിക്കുന്നത്. പ്രിയദർശിനി പദ്ധതി സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് നടപ്പാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്നത് സാമൂഹ്യ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. എന്നാൽ ഈ പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ ബസ് മേഖലയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ എന്ന് സർക്കാർ പ്രത്യേകം പഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രത്യേക സമിതിയും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. B പത്മകുമാർ ചെയർമാനായും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർപേഴ്സണായും പ്രവർത്തിക്കുന്ന സമിതിയാണ് ഈ വിഷയത്തിൽ പരിശോധന നടത്തുന്നത്. പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ എത്രത്തോളം ബാധിച്ചുവെന്നും ഏത് മേഖലകളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും സമിതി വിശദമായി പഠിക്കും. 45 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വകാര്യ ബസ് ഉടമകളുടെ ആശങ്കകൾ കേൾക്കാതെ സർക്കാർ മുന്നോട്ട് പോകില്ല എന്നും എല്ലാവർക്കും നീതി ലഭിക്കുന്ന രീതിയിലാണ് തീരുമാനങ്ങൾ ഉണ്ടാകുകയെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെ വരുമാനം കുറഞ്ഞ ബസ്സുകൾ ടിക്കറ്റിന് പുറമെ മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്തണമെന്നും മന്ത്രി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ അതിനുള്ള അവസരമാണ് സർക്കാർ ഔദ്യോഗികമായി ഒരുക്കിയിരിക്കുന്നത്. പരസ്യങ്ങൾ വഴി ലഭിക്കുന്ന വരുമാനം ചെറുതല്ല എന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ. KSRTC ബസ്സുകളിൽ ഇതിനു മുമ്പ് തന്നെ പരസ്യങ്ങൾ നൽകിയിരുന്നു. അതിലൂടെ അധിക വരുമാനവും ലഭിച്ചിരുന്നു. എന്നാൽ സ്വകാര്യ ബസ്സുകൾക്ക് ഇതുവരെ ഇത്തരമൊരു അനുമതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആദ്യമായാണ് സ്വകാര്യ ബസ്സുകൾക്കും അകത്തും പുറത്തും പരസ്യം സ്ഥാപിക്കാൻ സർക്കാർ അനുമതി നൽകുന്നത്. ഇത് സ്വകാര്യ ബസ് മേഖലയ്ക്ക് പുതിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങളായ സൗജന്യ യാത്രയുടെ നഷ്ടപരിഹാരം, ഡീസൽ സബ്സിഡി, വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സമിതിയുടെ റിപ്പോർട്ടും തുടർ ചർച്ചകളും ഈ വിഷയത്തിൽ നിർണായകമാകും. സ്വകാര്യ ബസ് മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ചില നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പരസ്യങ്ങൾ വഴി അധിക വരുമാനം കണ്ടെത്താനുള്ള അനുമതി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതേസമയം ബസ് ഉടമകൾ ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങൾ ഇപ്പോഴും സർക്കാരിന്റെ പരിഗണനയിലാണ്. ചർച്ചകളും സമിതിയുടെ റിപ്പോർട്ടും അടിസ്ഥാനമാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പൊതുഗതാഗത സംവിധാനം ശക്തമായി നിലനിർത്താനും യാത്രക്കാർക്കും ബസ് ഉടമകൾക്കും ഒരുപോലെ ഗുണകരമായ പരിഹാരം കണ്ടെത്താനുമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.